ഇന്ന് ഞാൻ കുരുമുളക് ഞാൻ വളർത്തിയപ്പോൾ ഞാൻ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർ എഗ്രി ചെയ്യണം എന്നില്ല. എൻ്റെ എലിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഞാൻ ഈ കുരുമുളക് 2 ടൈപ്പ് ഓഫ് കുരുമുളക് ഇതിനകത്തുണ്ട്. പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ എൻ്റെ പറമ്പിൽ നേരത്തെ തന്നെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് മദർ വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു കുരുമുളക് 2 കുരുമുളകായിരുന്നു. അത് ആണ് ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷമായി. ആദ്യം ഞാൻ തുടങ്ങിയത് ആ പൈപ്പിലാണ്. ഈ പൈപ്പിലാണ് ഞാൻ ഇത് സ്പ്രെഡ് ചെയ്ത് ടബിൽ വെച്ചിട്ട് പൈപ്പിൽ ഒരു സ്പ്രെഡ് ചെയ്ത് ഒരു തുണി ചുറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തുണി മഴ പെയ്ത് വെയിൽ കൊണ്ട് ദ്രവിച്ച് പോയി. അതുകൊണ്ട് അത് പ്രാക്ടിക്കലാണോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൈപ്പിൽ വളർത്തുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ സൈസും കണ്ടോ, വളരെ അത്രക്ക് കരുത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഞാനൊരു വെൽവെറ്റ് ആപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു വെൽവെറ്റ് ആപ്പിൾ കഴിക്കാൻ കൊള്ളില്ലാത്ത സാധനമാണ്. മാത്രമല്ല എൻ്റെ വെൽവെറ്റ് ആപ്പിൾ ഇതുവരെ ഫ്രൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വെൽവെറ്റ് ആപ്പിളിലേക്ക് അത് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഞാൻ സ്പ്രെഡ് ചെയ്തല്ല, താനെ അത് അതിലേക്ക് പിടിച്ച് കയറിയത്. അപ്പം ഞാൻ അതിനെ പിടിച്ചു മാറ്റാൻ നിന്നില്ല. അതിൽ വളർന്നോട്ടെ, എന്തായാലും പാഴ്മരമായിട്ട് അതവിടെ നിൽക്കുന്നതല്ലേ, അത് അതിൽ വളർന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വെൽവെറ്റ് ആപ്പിൾ വെച്ചിരിക്കുന്നത് ഒരു ഇച്ചിരി വലിയ പോട്ടിൽ ആണ് ഞാൻ വെൽവെറ്റ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. ഈ വെൽവെറ്റ് ആപ്പിളിൽ പടരുന്ന ഈ തണ്ടിന് നല്ല സൈസുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചെടിയിൽ നിന്നും അത് വേണ്ടത് വലിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആക്ച്വലി ഒരു ലുക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു പാഴ്മരം എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് അതിൽ പടർത്തി വളർത്തുന്നതാണ് നല്ലത്. ഈ കുരുമുളകിനായാലും നല്ല സൈസുണ്ട്, മണിക്കായാലും സൈസുണ്ട്, അതിൻ്റെ നീട്ടവും ഉണ്ട്, രണ്ടും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഒരു പാഴ്മരം. നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു പാഴ്മരം, അതിൽ വളർത്താം. ഇല്ലെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് ഈ വീട്ടിലുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ വളർന്നിരുന്ന കുരുമുളകിൽ നിന്ന് എടുത്തതാണ്. ഇത് വളർന്നിരിക്കുന്നത് മതലിലാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മതലിലും ഇത് പടർത്തി കൊടുക്കാവുന്നേ ഉള്ളൂ. മതലിൽ പടർത്തി കൊടുത്താലും മരത്തിൽ പടർത്തി കൊടുത്താലും പൈപ്പിൽ പടർത്തി കൊടുത്താലും നമ്മൾ അത് നനയ്ക്കുമ്പോൾ മൊത്തമായിട്ട് നനച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോരൂല. ഇല്ല, നമ്മൾ മൊത്തമായിട്ട് നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ റൂട്ട്സ് അതിൽ നിന്ന് വിട്ടുപോരുന്നുണ്ട്, അകന്ന് ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. ഈ പടർന്നിരിക്കുന്ന ഈ വള്ളിയിലും കായകൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ ഉണ്ടായിരിക്കുന്ന കായകൾ ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചിട്ടുമുണ്ട്. വെയിലായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണില്ല, കണ്ടോ, ചെറിയ ചെറിയ കായകൾ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ മറ്റേ മരത്തിൽ പടർത്തിയിരിക്കുന്ന കുരുമുളക് എങ്ങനെയാണ് വിളവെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ മുകളിൽ എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ജനൽ തുറന്ന് ഇതിങ്ങനെ വലിച്ചിട്ട് അതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അതും ഈസിയാണ്. പോരാത്തതിന് ബാക്കിയുള്ളത് താഴെ നിന്ന് നമുക്കൊരു ഏണി വെച്ചിട്ട് പറിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് എനിക്ക് കിട്ടിയ വിളവ്. ഇതിൽ മഞ്ഞ കളർ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ കുരുമുളകിൻ്റെ കണ്ടോ നല്ല സൈസ് ഉണ്ട്, ഇതിന് മണിക്കായാലും നല്ല സൈസ് ഉണ്ട്. അതുകൂടാതെ നീട്ടവും ഉണ്ട്. കണ്ടോ, കയ്യിൽ വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് അതിൻ്റെ മണിക്ക് ഇച്ചിരി സൈസ് ഉണ്ട്, നീട്ടവും നല്ല നീട്ടവും ഉണ്ട്. ഇത് കൊറോണ ടൈമിലാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചത്. ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു വിളവ് കിട്ടിയത്. അല്ലാതെ ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ പൊട്ടി താഴെ വീണ് കിടക്കുന്നതാണ്. അത് നേരത്തെ വീണയിന്ന് ഉണക്കി വെച്ചിരിക്കുന്നതാണിത്. ഞാൻ ഉപയോഗിക്കാൻ ഉണക്കി വെച്ചതല്ല, ഉണങ്ങി കിടന്നതാണ്. ഞാൻ എടുത്ത് ഒരു ചെറിയ ഡപ്പയിലിട്ട് വെച്ചിരുന്നു, അത് ഉണങ്ങി കിടന്നത്. അതിൽ കണ്ടോ ഒരു വെള്ള സീഡ്, വെള്ള കുരുമുളക്. അത് വൈറ്റ് പെപ്പർ ആണോ എന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം, എങ്ങനെ ഇരിക്കും രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത് വൈറ്റ് പെപ്പറാണ്. വൈറ്റ് പെപ്പർ പൊട്ടിച്ചപ്പോൾ വൈറ്റ് കളറായിട്ട് തന്നെയാണ് ഉള്ളിൽ, പുറത്തും വൈറ്റ് കളർ തന്നെയായിട്ടാണ് ഇരിക്കുന്നത്.
അതേപോലെ നമുക്ക് ബ്ലാക്ക് പെപ്പറും പൊട്ടിച്ച് നോക്കാം. കണ്ടോ? വൈറ്റ് കളർ, ഫുൾ വൈറ്റ് കളർ തന്നെ. അപ്പോൾ എനിക്ക് വേണ്ടത് വൈറ്റ് പെപ്പർ എന്നും പറഞ്ഞ് നമുക്ക് കിട്ടൂലേ, അതാണോ എന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല. അതുകൊണ്ട് ഞാൻ ആ വെച്ചിരിക്കുന്ന ഇത് ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ പൊട്ടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ബ്ലാക്ക് കളർ എന്തായാലും കിട്ടുമല്ലോ. വൈറ്റ് പെപ്പറിൽ, ആ വൈറ്റ് പെപ്പർ പൊട്ടിക്കുമ്പോൾ ഒട്ടും ബ്ലാക്ക് ഇല്ല, ഫുൾ വൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടോ, ഇതിൽ ബ്ലാക്ക് കാണുന്നുണ്ട്, അതിൻ്റെ തൊണ്ട്. ഇത് ഫുള്ള് വൈറ്റ് ആണ്, ഇതിൽ ബ്ലാക്ക് മിക്സ്ഡ് ആണ്, ഉള്ളിലെ ഭാഗം വൈറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഇപ്പം ഞാൻ വിളവെടുത്ത് വെച്ചിരിക്കുന്ന മണികൾ ഇങ്ങനെ തന്നെ വെച്ച് ഉണക്കണം, എന്നാലേ ഫുള്ള് വൈറ്റ് ആവണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. ബ്ലാക്കും വൈറ്റും